പൗലോസ്ലിഹ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി, ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഭാഷാവരത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായി അഭിവൃദ്ധി കൈവരുന്നു. ബിൽഡിംഗ് അപ്പ് ഈസ് ഹാപ്പനിങ് പേഴ്സണലി ആൻഡ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചേർച്ച്. തിരുസഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. തിരുസഭയുടെ അംഗങ്ങളായ, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ഓരോരുത്തരും ആ സഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ, ആത്മാവിൽ സംഭാവന ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേഴ്സണൽ പ്രെയർ വളർത്തിക്കൊണ്ടുവരണം. മാമോദീസായിൽ നമുക്ക് വിശ്വാസം ലഭിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആ വിത്ത് പാകപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ വളർച്ച ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്. ഒത്തിരി വിശുദ്ധരെ നമുക്കറിയാം. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആലയത്തിൽ ആസ്വദിച്ച് ജീവിച്ച ഒത്തിരി വിശുദ്ധരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുക? തുടക്കത്തിലാണെങ്കിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂദാശ ജീവിതം. മാമോദീസയും സ്ഥൈര്യലേപനമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് റെഗുലറായിട്ടുള്ള കുമ്പസാരം, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാം. മാരകപാപമില്ലാത്ത അവസ്ഥയിൽ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ, ഹോളി കമ്മ്യൂണിയനിൽ സ്വീകരിക്കാം. അങ്ങനെയുള്ള കൂദാശ ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു ക്രിസ്ത്യാനി ഒരു ദിവസം 24 മണിക്കൂറിൽ ഈശോയെ സ്വീകരിക്കണ്ടേ? ഈശോയാകുന്ന ആ ഭക്ഷണം ഈശോ തന്നെ തന്നതാണ്. ആ ഭക്ഷണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം.